വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപാട് ആളുകളെക്കാൾ നീ എനിക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട്, അഭിവൃദ്ധി തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇല്ലായ്മ പറയുന്ന ആളുകളാണ്. മനുഷ്യരുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. എനിക്കതില്ല, അത്ര വലുപ്പല്ല വീടില്ല, ഇത്ര വലുപ്പല്ല വണ്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയില്ല, ഇത്ര പൈസ കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള നിഅമത്ത് എത്രയാണെന്ന് ആലോചിച്ചാൽ, മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. കൂട്ടണം. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന, ഏതെങ്കിലും ഒരാൾ തന്റെ കൂടാരത്തിൽ, കൊച്ചു വീട്ടിൽ നേരം വെളുക്കുമ്പോൾ സുരക്ഷിതനായിട്ട് നേരം പുലർന്നാൽ, ആമിനൻ, വീടൊന്നും പൊളിഞ്ഞു വീണിട്ടില്ല, അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ നേരം പുലർന്നു. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നേരം പുലർന്നു. വലിയ അസുഖമൊന്നുമില്ല, പിന്നെ ജലദോഷം പനിയൊക്കെ ഇല്ലാണ്ടിരിക്കോ? നമ്മളിപ്പോ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികല്ലേ, കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. മുആഫൻ ഫീ ജസദി വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടാൻ, അന്ന് പട്ടിണി കിടക്കാതിരിക്കാനുള്ള വകയും അവന്റെ കയ്യിലുണ്ടെങ്കിൽ, 4 കൊല്ലത്തേക്ക് തിന്നാനുള്ളതല്ല, നാളത്തേക്കുള്ളതുമല്ല, ഇന്ന് പട്ടിണി കിടക്കാതെ പോവാൻ എവിടുന്നെങ്കിലൊക്കെ ഭക്ഷണം കിട്ടും എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ എന്താ അവസ്ഥ? ഈ ലോകത്തെ സൗഭാഗ്യങ്ങൾ മുഴുവനും അവന്റെ കൈകളിൽ ഒരുമിച്ച് നൽകപ്പെട്ടതിന്റെ തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മേലോട്ട് നോക്കിയാൽ അറ്റല്ല നമ്മൾ പറയാറില്ലേ? നമ്മളെ നാട്ടിലത്തെ വലിയ വലിയ മുതലാളിമാരൊക്കെ നമ്മളാരാ പറയാ, വഹാബ്ഖാനെ, പിന്നെ കുറച്ച് അങ്ങ് പോവുകയാണെങ്കിൽ യൂസുഫ് അലിക്ക് ഉണ്ടാവും, ഗൾഫാർ മുഹമ്മദ് അലിക്ക് ഉണ്ടാവും. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങോട്ട് നോക്കല്ലേ, താഴേക്ക് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ജോലി എടുക്കാൻ വരുന്ന ബംഗാളികളും മറ്റു നാട്ടുകാരൊക്കെ അല്ലേ, നമ്മുടെ പരിസരത്ത് തന്നെയല്ലേ പച്ചപ്പാവങ്ങളില്ലേ, അങ്ങോട്ട് നോക്ക്. ലോകത്തെ മുഴുവൻ സമ്പത്ത് ഇവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഇന്ത്യയിലെ വമ്പൻ അംബാനിമാരുടെ കയ്യിൽ വരെ കിട്ടിയിട്ടില്ല. പക്ഷെ അല്ലാഹു തആല പറയാ, നേരം വെളുക്കുമ്പോ അവന്റെ കൊച്ചുകൂര, ചെറിയ വീടാണ്, സാരൊന്നുമില്ല, വീട് ചെറുതായാലും എന്താ, വലിയ മനസ്സായാൽ പോരെ, നല്ല വിശാലമായ വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന ഒരൊറ്റ മിണ്ടൂല, ഒരു പച്ചവെള്ളം തരൂല്ല, ഒരു വർത്താനം എന്താന്ന് പോലും ചോദിക്കൂല. ആരാ വീട്ടിലേക്ക് പോവാ? ആരെയും പോവോ? ഇല്ല. വീട് വലുതും ചെറുതല്ല വിഷയം, മനുഷ്യന്റെ സ്നേഹവും പെരുമാറ്റവുമാണ്. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന, തന്റെ ചെറിയ വീടാണ്, പക്ഷേ നേരം വെളുത്തപ്പോ വീടിന് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. മുആഫൻ ഫീ ജസദി, തടിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഷുഗറും കൊളസ്ട്രോളൊക്കെ സ്വാഭാവികല്ലേ, നമ്മുടെ കല്യാണ സൽക്കാരൊക്കെ ആ കോലത്തിലല്ലേ. അതുകൊണ്ട് ഇപ്പൊ അതൊന്നും ഇപ്പം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അതൊക്കെ ഇല്ല എന്ന് പറയണതാ മാനക്കേടെന്നാ തോന്നണത് ഇപ്പോ, അല്ലേ? ആ പച്ചക്കറി ഇങ്ങോട്ട് വരട്ടേന്ന് കല്യാണത്തിന് ചെന്നിട്ട്, ഞാൻ ഇപ്പൊ ബിരിയാണി ഒന്നും കൂട്ടൂല, അതാണ് ഇപ്പൊ വെയിറ്റ് എന്നാ കേട്ടത്. പച്ചക്കറിക്കാണ് തിക്കും തിരക്കുന്നു, അങ്ങനെയാണോ? എന്താ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ ഇച്ചിരി അസുഖങ്ങളൊക്കെ സ്വാഭാവികമാണ്. കാര്യമായിട്ടൊരു ഫേറ്റൽ, മാരകം എന്ന് പറയാവുന്ന അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആണ്, പെണ്ണെ, സഹോദര, സഹോദരി, നമ്മുടെ കൈകളിൽ അള്ളാഹു തന്നതിന് തുല്യമാണത്. അത് കിട്ടാത്തവരാരാളുള്ളത്? ഈ സദസ്സിലിരിക്കുന്നവര്. ഈ ലോകം മുഴുവൻ അള്ളാഹു കയ്യിൽ തന്നു എന്നാ പറഞ്ഞത്. എത്രയാണെങ്കിലും ഒരു വയറിന് തിന്നാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റുള്ളൂ. കുറെ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് 4 ആളെ ചോറ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പനിയെന്ന് വിചാരിച്ചു ഒരു ഗുളികയിലെ കുടിക്കാൻ പറ്റുമോ? ഒരു പാക്ക് ഒന്നാകെ ഞാൻ മുതലാളിയാന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുമോ? ഒന്നേ കുടിക്കാൻ പറ്റുമോ? ഒരു നേരത്തെ 1 എന്ന് പറഞ്ഞാൽ 1. മുതലാളിയാണ് ഒരു 15 ബെഡ് ഒരുമിച്ചിട്ട് കിടക്കുക, ഒരു ബെഡിലല്ലേ അവന് തല ചായ്ക്കാൻ പറ്റുള്ളൂ. അത്രേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. ഈ ലോകം അത്രയേ ഉള്ളൂ, അത്രയേ വേണ്ടൂ. ഇങ്ങനെ ഒരു സൗഭാഗ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ എത്ര പേർ ആലോചിച്ചു? നമ്മൾ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞുകൂട്ടുന്നതിനിടയിൽ, റബ്ബേ, ഞാൻ താമസിക്കുന്ന വീട് അത് വാടക വീടായിക്കോട്ടെ, ചെറിയ വീടായിക്കോട്ടെ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും കൂടെയാണ്, ആയിക്കോട്ടെ, സ്നേഹത്തോടെ ഒരുമയോടെ ജീവിക്കലല്ലേ ഏറ്റവും നല്ലത്. അതിലെന്തൊരു ബറക്കത്താണ്, അൽഹംദുലില്ലാ. എന്നാലും അസുഖമൊന്നുമില്ലല്ലോ, ഇന്ന് ജീവിക്കാൻ, കഞ്ഞി വെക്കാൻ.
അൽഹംദുലില്ലാഹ്, ഭക്ഷണം കയ്യിലുണ്ട്. ഇവർ ഈ ലോകം മുഴുവൻ കിട്ടിയതിന് തുല്യമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സൗഭാഗ്യം നമ്മൾ ആലോചിക്കുക. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, എപ്പോഴും താഴേക്ക് നോക്കണേ. വലാ തൻദുറു ഇലാ മൻ ഫൗഖകും, മേലോട്ട് നോക്കല്ലേ, മേലോട്ട് നോക്കിയാൽ അറ്റല്ല. അപ്പോ എപ്പോഴും അങ്ങനെ നോക്കുക. ആൾട്ടോ കാറ് പോകുന്നവന് പഠിച്ചവനെ അവൻ്റെ കയ്യിൽ നിസാൻ പെട്രോളാണല്ലോ, അങ്ങനെ ആലോചിക്കേണ്ട. എൻ്റെ അടുത്ത് ഇതുണ്ടല്ലോ, സൈക്കിള് പോലും വാങ്ങാൻ പറ്റാത്തവരില്ലേ, അങ്ങനെ ആലോചിക്കേണ്ടത്. എപ്പോഴും താഴേക്ക് ആലോചിക്കുക. വാടക വീട്ടില റബ്ബേ എനിക്കൊരു 5 സെന്റ് ഇല്ലല്ലോ. പൊന്നു സഹോദര, ഒരു വാടക വീട് വാടകക്ക് കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. കൊടുക്കൂല. എന്തേ? അയാൾക്ക് വാടക കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വാടക കൊടുക്കൂല. അങ്ങനത്തെ ആളുകളില്ലേ? അള്ളാഹു എനിക്ക് അങ്ങനെയൊന്നും ആക്കിയിട്ടില്ലല്ലോ. എന്നാലും എൻ്റെ കൈകാലുകൾ അള്ളാഹു തളർത്തിക്കളഞ്ഞില്ലല്ലോ. എന്തൊക്കെ തളർച്ച വന്നാലും എനിക്ക് അള്ളാഹു ഈമാൻ തന്നില്ലേ? ഞാനൊരു മുസ്ലിം അല്ലയോ? ഈമാനില്ലേ? അള്ളാഹു താല നാളെ പരലോകത്ത് ഈമാനുള്ളവരൊക്കെ കയറി പോരിനെന്ന് പറഞ്ഞാൽ എനിക്കും കൂടെ പോകാലോ. ആ ഒരു സൗഭാഗ്യം എനിക്ക് അള്ളാഹു തന്നില്ലയോ? അത്രയും നമ്മൾ ലോ ലെവലിലേക്ക് ചിന്തിച്ചാൽ നമ്മളൊക്കെ നിൽക്കുന്നത് വലിയ സൗഭാഗ്യത്തിലാണ്. ഇതിന് അള്ളാഹുവിനോട് നന്ദി പറയണ്ടേ നമ്മൾ.